മന്തിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് മയോണൈസും, രണ്ട് തക്കാളി ചട്നിയും. ഇത് രണ്ടും എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അത് കാണിക്കുന്നതിന് മുന്നേ മെയിനായിട്ടുള്ള മന്തി തന്നെ തുടക്കം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതായി ഇരിക്കുന്ന തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളി, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്. മല്ലിയില അധികം എടുക്കരുത്, കുറച്ചെടുത്താൽ മതി. ഇനി ഇത് ചോപ്പറിൽ ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. മിക്സിയുടെ ജാറിൽ അടിക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് ഇത് മാത്രം പോരാ, ഒരു ഫ്ലേവറിന് 2 തരത്തിലുള്ള ജീരകം കൂടെ പൊടിച്ചത് ഒരു തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ ജീരകവും വലിയ ജീരകവും. ചോപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജ്യൂസ് പോലെ എടുക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നത്. മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ മന്തിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സംഭവത്തിന് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.